ഫിഫ്ത്ത് മൊഡ്യൂളാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മൊഡ്യൂൾ 5 സോഷ്യോ ഇമോഷണൽ ഡെവലപ്മെൻറ്റ്. അതിനകത്ത് വരുന്ന ടോപ്പിക്സാണ് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ്, കമ്പണൻസ് ഓഫ് ലാംഗ്വേജ്, മൈൽ സ്റ്റോൺസ് ആൻഡ് മെറ്റാ ലിംഗ്വിസ്റ്റിക് അവെയർനെസ് എന്നാണ്. സിലബസിൽ മെറ്റെന്ന് കിടക്കുന്നതുകൊണ്ട് ഞാൻ ഇടുന്നതേ ഉള്ളൂ. ബൈലിംഗ്വലിസം, ഡെവലപ്മെൻറ്റ് ഓഫ് ഇമോഷണൽ എക്സ്പ്രഷൻ, ബേസിക് ഇമോഷൻസ് ആൻഡ് സെൽഫ് കോൺഷ്യസ് ഇമോഷൻ, ഇമോഷണൽ സെൽഫ് റെഗുലേഷൻ ഫ്രം ഇൻഫൻസി ടു അഡോളസൻസ്. ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് ഇൻട്രൊഡക്ഷൻ പോലെ അല്ലെങ്കിൽ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് എന്നാന്ന് ചോദിച്ചാൽ എഴുതേണ്ടതാണ്. നിങ്ങൾ ഓൾറെഡി ഫസ്റ്റ് ഇയറിൽ പഠിച്ചതാണെന്ന് എനിക്കറിയാം. ഫസ്റ്റ് ഇയറിൽ ലാംഗ്വേജ് പഠിച്ചപ്പോൾ നിങ്ങളത് പഠിച്ചതാണ്. അത് തന്നെയാണ് നമ്മളിവിടെ പറയുന്നത്. ലാംഗ്വേജ് എന്ന് പറയുന്നത് എന്താണ്? വാക്കുകളും അർത്ഥങ്ങളും സ്ട്രക്ചേഴ്സും എന്നുവെച്ചാൽ സിമ്പിൾസും ഒക്കെ ആയിട്ടുള്ള ഒരു കോംപ്ലക്സ് സിസ്റ്റമാണ് നമ്മുടെ ലാംഗ്വേജ്. ആൻഡ് ഇറ്റ് ഹാസ് സെവറൽ സബ് സിസ്റ്റംസ് ദാറ്റ് ആർ സൗണ്ട്, മീനിങ്, ഓവറോൾ സ്ട്രക്ചർ, എവറിഡേ യൂസിൽ നമ്മളത് ഉപയോഗിക്കുന്നത്, അതെല്ലാം കൂടെ കൂടുന്നതാണ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് എൻറ്റെയിൽസ് മാസ്റ്ററിങ് ഈച്ച് ഓഫ് ദീസ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഓരോ കാര്യങ്ങളും അച്ചീവ് ചെയ്യുന്നതിനാണ് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള കമ്പണൻസ്? ഫോണോളജി ഫോണിംസ്, ഫോണോളജി, സെമാൻറ്റിക്സ്, ഗ്രാമർ, പ്രഗ്മാറ്റിക്സ്. ഒന്നോടെ ഫോണോളജി, സെമാൻറ്റിക്സ്, ഗ്രാമർ, പ്രഗ്മാറ്റിക്സ്. ദ ഫസ്റ്റ് കമ്പോണൻ്റ് എന്ന് പറയുന്നത് ഫോണോളജി എന്ന് പറഞ്ഞാൽ സൗണ്ട്സിനെ സംബന്ധിച്ചുള്ളത്. നമ്മൾ പറയില്ലേ ബേസിക് സൗണ്ടിന് പറയുന്ന പേരാണ് ഫോണിംസ് എന്ന് പറയുന്നത്. അപ്പം സൗണ്ട്സിനെ എങ്ങനെയാണ് ഓരോ സൗണ്ട്സ് പറയുന്നത്, റൂൾസ് ഗവേണിംഗ് ദ സ്ട്രക്ചർ ആൻഡ് സീക്വൻസ് ഓഫ് സ്പീച്ച് സൗണ്ട്സ്, അതിനെയാണ് ഫോണോളജി എന്ന് പറയുന്നത്. ഫോണോളജിക്കൽ സിസ്റ്റം ഓഫ് ലാംഗ്വേജ് ഇൻക്ലൂഡ്സ്, അപ്പോൾ അതാ പറയുന്നത് സൗണ്ടുകളും അതിൻ്റെ പ്രത്യേകതകളും ഒക്കെ ഡിസ്കസ് ചെയ്യുന്നതാണ് ഫോണോളജിയിൽ പറയുന്നത്. അടുത്തതാണ് സെമാൻറ്റിക്സ്. സെമാൻറ്റിക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? വൊക്കാബുലറിയാണ്. അവിടെ പറയുന്നത് ദ വേർഡ് കോമ്പിനേഷൻ. ഫോണോളജി സൗണ്ട് ആണെങ്കിൽ സെമാൻറ്റിക്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് റിലേറ്റഡ് ടു വേർഡ് ആൻഡ് വേർഡ് കോമ്പിനേഷൻ ആണ്. അവിടെ വൊക്കാബുലറിക്കാണ് ഇമ്പോർട്ടൻസ്, മറ്റേത് സൗണ്ടിനാണ് ഇമ്പോർട്ടൻസ്. ഗ്രാമർ എന്ന് പറയുന്നതിനകത്ത് 2 പാർട്സ് വരുന്നുണ്ട്, സിൻടാക്സും മോർഫോളജിയും. നിങ്ങൾ സിൻടാക്സ് ആയിരിക്കും പഠിച്ചിട്ടുണ്ടാവുക, ഗ്രാമർ എന്നൊരു ടേം പഠിച്ചിട്ടുണ്ടാവില്ല. സോ നമ്മൾ സി ഡിയിൽ പഠിക്കുമ്പോൾ ഗ്രാമറും കൂടെ എഴുതുക. ഗ്രാമർ എന്ന് പറയുന്നതിന് 2 കമ്പോണൻസ് ഉണ്ട്, സിൻടാക്സും മോർഫോളജിയും. സിൻടാക്സ് എന്ന് പറഞ്ഞാൽ റൂൾ ബൈ വിച്ച് ദ വേർഡ്സ് ആർ അറേഞ്ച്ഡ് ഇൻ ടു സെൻറ്റൻസസ്. അപ്പം ഗ്രാമാറ്റിക്കൽ റൂൾസ് റിഗാർഡിങ് ഹൗ വേർഡ്സ് ആർ. നമ്മൾ പറയില്ലേ ചിലതിപ്പം ഞാൻ അവനെ കൊന്നു അല്ലെങ്കിൽ സീതരാമനാൽ കൊല്ലപ്പെട്ടു, നമ്മൾ ഡിഗ്രി നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പം ഏത് വാക്കുകൾ എവിടെ വരും എന്നുള്ളതാണ് സിൻടാക്സിൽ പറയുന്നത്. ആൻഡ് മോർഫോളജി എന്ന് പറഞ്ഞാൽ ദി യൂസ് ഓഫ് ഗ്രാമാറ്റിക്കൽ മാർക്കേഴ്സ് ഇൻഡക്റ്റിംഗ് ടെൻസിനെ കുറിച്ചും പേഴ്സണെ കുറിച്ചും ആക്റ്റീവ്, പാസീവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കുറച്ചും കൂടി ഒരു ഗ്രാമാറ്റിക്കൽ റൂൾസ് സ്പെസിഫൈ ചെയ്ത് വരുന്നതാണ്, എന്നുവെച്ചാൽ ഹയർ ഓർഡറിലേക്ക് പറയുന്നതാണ് മോർഫോളജി. ഇപ്പം നമ്മൾ പറയുന്ന പോലെ ഇ ഡി ചേർക്കണം, പ്ലൂറൽ നെസ് ചേർക്കണം, പക്ഷേ എല്ലാത്തിനും ഇ ഡി അല്ലല്ലോ നമ്മൾ ചേർക്കുന്നത്. അതാണ് മോർഫോളജി. ഫൈനലി പ്രഗ്മാറ്റിക്സ് റെഫേഴ്സ് ടു റൂൾസ് ഫോർ എൻഗേജിങ്. പ്രഗ്മാറ്റിക്സ് ഓർക്കുമ്പോൾ നിങ്ങൾ ഓർക്കുക പ്രാക്ടിക്കൽ യൂസാണ്, എങ്ങനെ ലാംഗ്വേജ് ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യാം, അതിനെയാണ് പ്രഗ്മാറ്റിക്സ് എന്ന് പറയുന്നത്. സോ എന്തൊക്കെയാണുള്ളത്? ഫോണോളജി, സെമാൻറ്റിക്സ്, ഗ്രാമറിൽ വരുന്നതാണ് സിൻടാക്സ്, മോർഫോളജി, ലാസ്റ്റ് വൺ ഈസ് പ്രഗ്മാറ്റിക്സ്. ആൻഡ് അപ്പോൾ നമ്മൾ പറഞ്ഞു നന്നായിട്ട് ടു കൺവേഴ്സ് സക്സസ്ഫുള്ളി ചിൽഡ്രൻ must take turns, stay on a same topic on their conversational partner and state their meaning clearly. എന്ന് പറഞ്ഞാൽ എങ്ങനെ നമ്മൾ ലാംഗ്വേജ് പഠിക്കുന്നു എന്നാണ് പറയുന്നത്. പിള്ളേർ ലാംഗ്വേജ് പഠിക്കുന്നത് ഒന്ന് അവർ പറയണം, നമ്മൾ പറയുന്നത് കേട്ടുകൊണ്ടിരുന്നിട്ട് മാത്രം കാര്യമില്ല, അവർ പറയണം. പിന്നെ പറയുന്നത് കേട്ടുകൊണ്ടിരിക്കണം. ആ സെയിം ടോപ്പിക്കിൽ എങ്ങനെയാണ് മറ്റേ ആൾ പറയുന്നതെന്നുള്ളത് ശ്രദ്ധിക്കണം. അപ്പം അവർ തിരിച്ചു പറയണം, അവർ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ അവർക്ക് അർത്ഥം മനസ്സിലാവണം. ഇങ്ങനെയാണ് അവർ ലാംഗ്വേജ് പഠിക്കുന്നത്. ദേ ഓൾസോ ഫിഗർ ഔട്ട് ജസ്റ്റേഴ്സ്, നമ്മുടെ ആക്ഷൻസ് ശ്രദ്ധിക്കും, വോയിസ് ശ്രദ്ധിക്കും, കോണ്ടെസ്റ്റ് ശ്രദ്ധിക്കും. ഇതെല്ലാം എടുക്കുന്നതാണ്, അതാണ് പ്രഗ്മാറ്റിക്സ്. അങ്ങനെയാണ് നമ്മൾ ഭാഷ പഠിക്കുന്നത്. സോ അതിനെയാണ് പറയുന്നത് സോഷ്യോ ലിംഗ്വിസ്റ്റിക് നോളജ്. അപ്പം സൊസൈറ്റിയും ലാംഗ്വേജ് നോളജും ഇത് രണ്ടും കൂടെ, അതായത് ലാംഗ്വേജ് എങ്ങനെ, എപ്പോൾ, എവിടെ, ആര്, എങ്ങനെയൊക്കെ കൊടുക്കുന്നതിനെ ബേസ് ചെയ്തിട്ടാണ് ഇവർ ലാംഗ്വേജ് പഠിക്കുന്നത്. അതാണ് സോഷ്യോ ലിംഗ്വിസ്റ്റിക് നോളജ്. ചിൽഡ്രൻ മസ്റ്റ് അക്വയർ സർട്ടൻ ഇൻട്രാക്ഷൻ റിച്വൽസ്. അതുപോലെ തന്നെ കുട്ടികൾ പഠിക്കേണ്ടതാണ്, അവർ കുറച്ച് രീതികൾ പഠിക്കും. ഇപ്പോൾ നമ്മൾ ഗുഡ് മോർണിംഗ് പറയുമ്പോൾ തലയൊന്ന് ചിരിച്ച്, അല്ലെങ്കിൽ റെസ്പെക്റ്റ്ഫുള്ളി. നമ്മൾ ഭാഷ മാത്രമല്ല, ഇപ്പം അത് എങ്ങനെ പ്രകടിപ്പിക്കുന്നു എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ വോയിസ് മോഡുലേഷൻ എങ്ങനെയാണ്, അതിൻ്റെ ആക്ഷൻസ് എങ്ങനെയാണ്, അതെല്ലാം നമ്മൾ പഠിക്കണം. സോ അതാണ് ഇൻട്രാക്ഷൻ റൂൾസ്.
ദേ മസ്റ്റ് അഡ്ജസ്റ്റ് എ സ്പീക്ക് ടു മാർക്ക് ഇമ്പോർട്ടൻറ്റ് സോഷ്യൽ റിലേഷൻഷിപ്പ്. നമ്മളല്ലേ മൂത്ത ഒരാളോട് ഗുഡ് മോർണിംഗ് പറയുമ്പോഴും ഇളയ ഒരാളോട് ഗുഡ് മോർണിംഗ് പറയുന്നതും ഒരുപോലെ. ഇപ്പം നിങ്ങൾ ടീച്ചേഴ്സിനോട് പറയുന്ന പോലെ അല്ല നിങ്ങൾ ആരോട് പറയുന്നത്, ജൂനിയേഴ്സിനോട് പറയുന്നത്. അതാണ് ദറ്റ് മേക്സ് ഡിഫറൻസ്. ആൻഡ് ദേ മസ്റ്റ് മാസ്റ്റർ ദ കൾച്ചറൽ നറേറ്റീവ് മോഡ്. അതുപോലെ തന്നെ ഓരോ കൾച്ചറിനും അനുസരിച്ചാണ് ഇവർ പഠിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പറയില്ലേ ചില കൾച്ചേഴ്സിൽ നമുക്ക് എന്താ പറയുന്നത് ഇങ്ങനെ റെസ്പെക്റ്റ്ഫുള്ളി, ഇപ്പം നമ്മൾ ഈ ജപ്പാൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള കൾച്ചേഴ്സ് അവർ കുറച്ചും കൂടെ എന്താ പറയുന്നത് അവർ ഈ ഇങ്ങനത്തെ അതായത് ട്രസ്റ്റ് ഇങ്ങനത്തെയുള്ള വാല്യൂസിന് ഭയങ്കര എന്താ പറയുക ഇമ്പോർട്ടൻസ് കൊടുക്കും എന്നാണ് പറയുന്നത്. സോ കൾച്ചറൽ ഡിഫറൻസിനനുസരിച്ചും ഈ ലാംഗ്വേജ്, അതായത് ഓരോ കൾച്ചറിലും ഓരോ അർത്ഥത്തിന്. നിങ്ങൾ പണ്ട് ലാംഗ്വേജ് ആൻഡ് തോട്ട് പഠിച്ചപ്പോൾ പറഞ്ഞിട്ടില്ലേ, ഐസ് എന്നൊരു പറയുന്ന വാക്കിനെ എസ്കിമോസ് എക്സ്പ്രസ് ചെയ്യുന്നത് ഒത്തിരി ടൈപ്പിലാണ്. അതേസമയം നമുക്ക് ഐസിന് ഐസ് മാത്രമേ ഉള്ളൂ. സിമിലർലി ഓരോ കൾച്ചറിനും അതിൻ്റേതായ വേ ഓഫ് നെറേറ്റീവ്നെസ് ആണ്. സോ അതാണ് ഇത് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അപ്പം കുട്ടികൾ അവരുടെ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ട്, ഒപ്പം ലാംഗ്വേജും സോഷ്യോ കൾച്ചറൽ നോളജും ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ട്, ഇൻട്രാക്ഷൻ ഒരു കോൺട്രിബ്യൂട്ടറാണ്. അതുപോലെ തന്നെ ഈ ഇപ്പോൾ എന്താ പറയുന്നത് ലാംഗ്വേജ് എന്ന് പറയുന്നത് നമ്മുടെ സോഷ്യൽ റിലേഷൻഷിപ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ കൾച്ചർ എങ്ങനെ മനസ്സിലാക്കി അല്ലെ കൾച്ചറും നമ്മുടെ ലാംഗ്വേജിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. സോ ഇവിടെ നിങ്ങൾ ബേസിക്കലി ഇത്രയും ഓർത്താൽ മതി. ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് എന്താണെന്ന് പറയുക, അതിൻ്റെ മെയിൻ ആയിട്ടുള്ള 4 ഹെഡിങ്സ് പറയുക. അതാണ് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ്. ഇത് തന്നെയാണ് അടുത്ത കമ്പോണൻസ് ഓഫ് ലാംഗ്വേജിലും വരുന്നത്. പക്ഷേ നിങ്ങളുടെ ചിലപ്പോൾ വാട്ട് ഈസ് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഒന്നും എഴുതാതിരിക്കല്ലോ എന്നോർത്താണ് ഞാനിത് പറഞ്ഞത്. കമ്പോണൻസിൽ ഇനി വരേണ്ടതാണ്. എഗെയിൻ ലാംഗ്വേജ് കൺസിസ്റ്റ് ഓഫ് നമ്മളിപ്പോൾ പറഞ്ഞ പോലെ മെയിൻ കമ്പോണൻസ് എന്ന് പറയുന്നത് ഇതെല്ലാമാണ്. ആ ഇൻട്രൊഡക്ഷൻ അതുപോലെ പറയുക. നെക്സ്റ്റ് ആണ് റൂൾസ് വിച്ച് സ്പെസിഫൈ. ഓക്കെ, അടുത്തതാണ് നമ്മൾ ഈ പറയുന്ന പോലെ ഫൊണോളജി എന്താണെന്ന് ചോദിച്ചാൽ ഫൊണോളജി വിച്ച് ആർ ദ റൂൾസ് സ്പെസിഫൈ ഹൗ സൗണ്ട്സ് ഇൻട്രാക്ട് വിത്ത് ഈച്ച് അതർ. എങ്ങനെയാണ് ഓരോ സൗണ്ട്സും നമ്മൾ പ്രയോഗിക്കുന്നത് എന്ന് പഠിക്കുന്നതാണ് ഫൊണോളജി എന്ന് പറയുന്നത്. സോ ഫൊണോളജി ഈസ് വൺ ഓഫ് ദ സെവറൽ ആസ്പെക്ട്സ് ഓഫ് ലാംഗ്വേജ്. ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ഈ ഫൊണോളജീനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ദിസ് ഈസ് റിലേറ്റഡ് ടു ഫോണറ്റിക്സ്, മോർഫോളജി, സിൻടാക്സ് ആൻഡ് പ്രഗ്മാറ്റിക്സ്. ആൻ എക്സാമ്പിൾ ഓഫ് ഫൊണോളജി ഈസ് ദ സ്റ്റഡി ഓഫ് ഡിഫറെൻറ്റ് സൗണ്ട്സ്. നിങ്ങൾ ഇങ്ങനെ ഓർത്താൽ മതി, ഞാൻ ഓർക്കുന്ന അങ്ങനെ കേട്ടോ. ഫോണറ്റിക്സ് എന്ന് ഓർക്കുക. ഫോണറ്റിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് സൗണ്ട്സ് ആണ്. അപ്പം ബേസിക് സൗണ്ട്സിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് ഫൊണോളജിയിലാണ് വരുന്നത്. അപ്പോൾ ഇവിടെ എക്സാമ്പിൾ പറയുന്നത് പോപ്പ് അപ്പ് എന്ന് പറയുന്നതിനകത്ത് 2 P ആണ്, പക്ഷെ നമ്മൾ 2 Pക്കും കൊടുക്കുന്ന സൗണ്ട്സ് ഡിഫറെൻ്റ് ആണ് പോപ്പ് അപ്പിനകത്ത്. സോ അതാണ് ആ ബേസിക് സൗണ്ട് ഡിഫറൻസിനെ കുറിച്ച് പറയുന്നതാണ് ഫൊണോളജി. സോ ഫൊണോളജിക്കൽ ഡെവലപ്മെൻറ്റ് റെഫേഴ്സ് ടു ഫോമിങ് ആൻഡ് യൂസിങ് സ്പീച്ച് സൗണ്ട്സ് ടു ക്ലിയർലി കമ്മ്യൂണിക്കേറ്റ് ലാംഗ്വേജ്. അപ്പം നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ശബ്ദങ്ങളെ പ്രോപ്പറായിട്ടും ഉപയോഗിക്കുന്ന ആ ഒരു എന്താ പറയുന്നത് ആ ഡെവലപ്മെൻറ്റിന് പറയുന്ന പേരാണ് ഫൊണോളജിക്കൽ ഡെവലപ്മെൻറ്റ് എന്ന്. മനസ്സിലായോ? അതായത് ഒരു കുട്ടി നമുക്കറിയാം കുഞ്ഞുണ്ടായി വരുന്ന പിള്ളേർ അക്ഷരസ്ഫുടതയോടുകൂടി ഓരോ വാക്കുകളും അല്ലെങ്കിൽ ഓരോ ശബ്ദങ്ങളും ഓരോന്നായിട്ടല്ലല്ലോ ചെയ്യുന്നത്. പക്ഷെ കുറച്ച് കഴിയുമ്പോഴായിരിക്കും അവർക്ക് ആ ഓരോ വാക്കിൻ്റെയും ഡിസ്റ്റിങ്ഷൻ അവർക്ക് മനസ്സിലാവുന്നത്. സോ അവിടെ അവർക്ക് ഫൊണോളജിക്കൽ ഡെവലപ്മെൻറ്റ് ഉണ്ടായി. അതാണ് ബേസിക്കലി ഫൊണോളജി ഓർ ഫോണിംസ് എന്ന് പറഞ്ഞാൽ ബേസിക് സൗണ്ട്സ് ആണ്. അപ്പോൾ ഫൊണോളജി എന്ന് പറയുന്നത് ഫൊണോളജിക്കൽ ഡെവലപ്മെൻറ്റ് ഫോക്കസസ് ഓൺ ദ സൗണ്ട്സിനെ നമ്മൾ ലാംഗ്വേജിൽ യൂസ് ചെയ്യുന്നതിനാണ് ഫൊണോളജി എന്ന് പറയുന്നത്. ആസ് മോർ സൗണ്ട്സ് ഓഫ് ലാംഗ്വേജ് ആർ അക്വയർഡ്. അപ്പം കൂടുതൽ നന്നായിട്ട് നല്ല കുറേ ശബ്ദങ്ങൾ നമ്മൾ പഠിച്ചു കഴിയുമ്പോഴാണ് നമുക്ക് ഫ്ലുവൻസിയും നമ്മുടെ പ്രൊനൗൺസിയേഷനും ഒക്കെ ഇമ്പ്രൂവ് ആവുന്നത്. ഇൻറ്റൊണേഷൻ, എവിടെ സ്ട്രെസ്സ് കൊടുക്കണം, ഓരോന്നിനും സ്ട്രെസ്സ് കൊടുക്കുന്നതനുസരിച്ച് അർത്ഥങ്ങൾ മാറും. അതാണ് ഫൊണോളജി പറയണത്. അടുത്ത കമ്പണൻ്റാണ് സെമാൻറ്റിക്സ് എന്ന് പറയുന്നത്. സെമാൻറ്റിക്സ് എന്ന് പറയുന്നത് എന്തിനെയാണ്? വെക്കാബുലറിനെയാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ പറയുന്നത് അർത്ഥങ്ങൾ. ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് മീനിങ് ത്രൂ ദ റിലേഷൻഷിപ്പ് ഓഫ് വേർഡ്സ്, ഹൗ ദ യൂസ്ഡ് ആൻഡ് ഹൗ ദ ആർ സെറ്റ്. അപ്പം വാക്കുകൾ നമുക്ക് എവിടെ നമ്മൾ പറയില്ലേ ഭയങ്കര വേദന അല്ലെങ്കിൽ വേദന ഭയങ്കര വേദന, ഭയങ്കര എന്നുള്ള വാക്ക് വരുമ്പോൾ തന്നെ അർത്ഥം മാറുന്നുണ്ട്. സോ ഓരോ വാക്കും പ്ലേസ് ചെയ്യുന്നതിനനുസരിച്ച് മീനിങ്ങിൽ വ്യത്യാസം വരും. വെൻ ദ ചൈൽഡ് ഫസ്റ്റ് യൂസ് എ വേർഡ് ഇറ്റ് ഓഫൻ ഡസ് നോട്ട് മീൻ ദ സെയിം തിങ് ആസ് ഇറ്റ് ഡസ് ടു അഡൽട്ട്. അപ്പോൾ ആദ്യമായിട്ടൊരു വാക്ക് പറയുമ്പോൾ ചിലപ്പം എന്താ പറയുന്നത്, കുട്ടി ആ അർത്ഥം മനസ്സിലാക്കിയിട്ടൊന്നും ആയിരിക്കില്ല പറയുന്നത്. മനസ്സിലായി? ഇപ്പം ഇമ്പേ എന്നായിരിക്കും ചിലപ്പോൾ ആൾക്കാർ പശുവിനെ പറയണത്, കാരണം പശു കരയുന്ന ഒച്ച കേട്ടിട്ട്. അപ്പം
കൊച്ചു പക്ഷേ ഇമ്പ എന്ന് പറയുമ്പം അത് കൊച്ചിന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതായത് കുട്ടികൾ പറയുന്നത് അവരുടെ പേരൻസിന് മാത്രമേ ഒരു കാലത്തിൽ മനസ്സിലാവത്തുള്ളൂ. അതാണ് അവരുദ്ദേശിക്കുന്ന വാക്കും അത് മനസ്സിലാക്കുന്നതും ഡിഫറെൻ്റ് ആയിരിക്കും. ചിൽഡ്രൻ മസ്റ്റ് റിഫൈൻ ദ മീനിങ് ഓഫ് തൗസൻഡ്സ് ഓഫ് വേർഡ്സ് ആൻഡ് കണക്ട് ദം ടു എലാബറേറ്റ് നെറ്റ്വർക്ക് ഓഫ്. അപ്പം ഇങ്ങനെ അപ്പോൾ ആദ്യം അവർ ബേസിക് സൗണ്ട് പഠിക്കും, അതാണ് ഫോണോളജി. പിന്നെ അവർ വാക്കുകൾ പഠിക്കും. ഓക്കെ. ഇപ്പോൾ ഇവിടെ അവർ പറയുന്നത്, ഇപ്പോൾ കുട്ടികൾ മാലാഖ എന്ന് പറയുന്നത് നമ്മൾ പറയില്ല, നമ്മളിപ്പം അയ്യോ അതൊരു മാലാഖ എന്ന് പറയുന്നത് സ്വർഗത്തിൽ ജീവിക്കുന്നതുകൊണ്ടല്ല. ആ ഒരു ഡിസ്റ്റിങ്ഷനൊന്നും കുട്ടികൾക്ക് അറിയത്തില്ല. അപ്പോൾ കുട്ടികൾക്ക് എന്താണോ അവരെ വാക്കുകൾ പഠിപ്പിക്കുന്നത് ആ വാക്ക് മാത്രമായി അതും അതിൻ്റെ അർത്ഥവും മാത്രമേ കുട്ടികൾക്ക് അറിയുള്ളൂ. ആൻഡ് സെമാൻറ്റിക്സ് ലീഡേഴ്സ് ടു ബിലീവ് ദേ ഹാവ് എ ലവ്ലി. അത് ആ മാലാഖയുടെ കാര്യമാണ് പറയുന്നത്. അതായത് നമുക്കറിയാം മാലാഖ എന്ന് പറയുന്നത് സ്വർഗത്തിൽ ജീവിക്കുന്നതുകൊണ്ടല്ല, അവർ നല്ല ഒരു ഡിസ്പോസിഷൻ, നല്ലൊരു സ്വഭാവം ഉള്ളതുകൊണ്ടാണ് നമ്മളവരെ മാലാഖ എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഇൻഫ്ലുവൻസസ് അവർ റീഡിങ് കോംപ്രിഹെൻഷൻ. അതുപോലെ തന്നെ ഈ വാക്കുകൾക്കുള്ള പരിചയമാണ് നമ്മൾ എത്ര പെട്ടെന്ന് വായിക്കുന്നു, നമ്മൾ എങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു, നമ്മുടെ ദൈനംദിന ഡേ ടു ഡേ ലൈഫിലെ ലാംഗ്വേജ് യൂസേജിലൊക്കെ ഇത് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും. സെമാൻറ്റിക്സ് പ്ലേ എ ലാർജ് റോൾ ഇൻ ഡെയിലി കമ്മ്യൂണിക്കേഷൻ, അണ്ടർസ്റ്റാൻഡിങ്, ലാംഗ്വേജ് ലേണിംഗ്. ഓക്കെ. അപ്പം വൺസ് മാസ്റ്ററി ഓഫ് ലാംഗ്വേജ് ഡെവലപ്സ് ചിൽഡ്രൻ. അങ്ങനെ ജസ്റ്റ് ഒന്ന് ആദ്യം ഒരു സൗണ്ട് പഠിക്കും, പിന്നെ ബേസിക് വാക്കുകൾ പഠിക്കും, എന്നിട്ടാണ് അവരുടെ വാക്കുകളുടെ നമ്പേഴ്സ് കൂടി വരുന്നത്. മൂന്നാമത്തേതാണ് ഗ്രാമർ. ഇറ്റ് ഈസ് എ തേർഡ് കമ്പോണൻറ്റ്. അതിനകത്ത് 2 കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെയാണ്? സിൻറ്റാക്സും മോർഫോളജി. സിൻറ്റാക്സിനകത്ത് വരുന്നതാണ് ദ റൂൾസ് ബൈ വിച്ച് ദ വേർഡ്സ് ആർ അറേഞ്ച്ഡ് ഇൻ ടു സെൻറ്റൻസസ്. അതായത് നമുക്കറിയാം, ഇപ്പം ഇംഗ്ലീഷിലാണെങ്കിലും മലയാളത്തിലാണെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ ഇംഗ്ലീഷ് അതുപോലെ മലയാളത്തിലേക്ക് വെച്ചാൽ ഭയങ്കര വിയേർഡായിട്ടുള്ള വേർഡ് രീതിയിലായിരിക്കും നമ്മൾ വരുന്നത്. അതായത് എനിക്കിപ്പോൾ പെട്ടെന്ന് എക്സാമ്പിൾസ് നിങ്ങൾ തന്നെ ആലോചിക്കുക. നമ്മൾ ഇംഗ്ലീഷിനെ അതുപോലെ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്താൽ വേർഡ് അറേഞ്ച്മെൻറ്റ് ഭയങ്കര വിയേർഡായിരിക്കും. നമുക്ക് ഇങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ നമ്മളതിനെ മാറ്റി പറയും. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ തന്നെ ഇത് കണ്ടോ. One rule of syntax is that the articles such as the must come before a noun, not after. ഇപ്പോൾ read the book എന്നാണ് നമ്മൾ പറയേണ്ടത്, അല്ലാണ്ട് read book the എന്ന് പറയില്ല. അപ്പം ഇതൊരു റൂളാണ്. ഇതെന്താ പറയുക, നൗണിന് മുൻപേ വരണം എന്നുള്ള റൂളാണ്. അപ്പോൾ റൂളിനനുസരിച്ച് നമ്മൾ വെച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ അത് മീനിങ് അത് കറക്റ്റായിട്ട് വരത്തുള്ളൂ. അടുത്താണ് മോർഫോളജി. ദ ടേം മോർഫോളജി എന്ന് പറയുന്നത് ഗ്രീക്കിൽ അതിൻ്റെ അർത്ഥം ഷേപ്പ് ഓർ ഫോം എന്നാണ്. മോർഫോളജി നിങ്ങൾക്കറിയാമല്ലോ, ഷേപ്പ് ഓർ ഫോം എന്നാണ്. ഓളജി നിങ്ങൾക്കറിയാം, സ്റ്റഡി ഓഫ് സംതിങ് ആണ്. സോ ഇവിടെ നമ്മൾ അതിൻ്റെ എന്താ പറയുന്നത്, ഓരോ ഗ്രാമാറ്റിക്കൽ ED, S, ആക്റ്റീവ്, പാസീവ് അങ്ങനെയൊക്കെ വരുന്നതാണ് ഇവിടെ. സോ ഇറ്റ് ഈസ് ദ യൂസ് ഓഫ് ഗ്രാമാറ്റിക്കൽ മാർക്കേഴ്സ് ഇൻഡിക്കേറ്റിംഗ് നമ്പർ, ടെൻസ്, കേസ്, പേഴ്സൺ, ജെൻഡർ, ആക്റ്റീവ്, പാസീവ് ഇതെല്ലാം യൂസ് ചെയ്യുന്നതാണ് മോർഫോളജിയിൽ വരുന്നത്. അപ്പോൾ ആദ്യത്തേത് ബേസിക് റൂൾസ് ആണ്, ഹൗ വേർഡ്സ് ഹാസ് ടു ബി പ്ലേസ്ഡ്. രണ്ടാമത്തേത് കോംപ്ലക്സ് ആയിട്ടുള്ള ഗ്രാമാറ്റിക്കൽ കൺസ്ട്രക്ഷൻസ് ആണ് മോർഫോളജിയിൽ വരുന്നത്. ഇത് ആദ്യമായിട്ട് പറഞ്ഞത് ഓഗസ്റ്റ് ഷിൽഡർ ആണ്, എ ജർമ്മൻ ലിംഗ്വിസ്റ്റ്. ഓക്കെ. ഫൈനലി പ്രാഗ്മാറ്റിക്സ്. ഞാൻ അത് ഏറ്റവും താഴെ എഴുതിയിട്ടുണ്ട്, പ്രാക്ടിക്കൽ യൂസ് എന്ന്. അതിൻ്റെ അർത്ഥം പ്രാഗ്മാറ്റിക്സ് റെഫർ ടു ദ റൂൾസ് ഫോർ എൻഗേജിങ് ഇൻ അപ്രോപ്രിയേറ്റ് ആൻഡ് ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. ദ ടേം പ്രാഗ്മാറ്റിക്സ് എന്നുള്ളത് യൂസ് ചാൾസ് മോറിസ് ആണ്. പ്രാഗ്മാറ്റിക്സ് വാസ് ഡെവലപ്ഡ് ആസ് എ സബ് ഫീൽഡ് ഓഫ് ലിംഗ്വിസ്റ്റിക്സ്. ഇപ്പോൾ ലിംഗ്വിസ്റ്റിക്സിൻ്റെ ഒരു സബ് ഫീൽഡായിട്ടാണ് വന്നത്. ടു കൺവേഴ്സ് സക്സസ്ഫുള്ളി. ഇത് കണ്ടോ മിസ് അന്ന് പറഞ്ഞ ആ സെൻറ്റൻസുകളെല്ലാം ഒന്നോടെ, അതായത് ലാംഗ്വേജിൻ്റെ ഇത് പറയുമ്പോൾ, ഡെവലപ്മെൻറ്റ് പറയുമ്പോൾ നിങ്ങൾ ഈ ഭാഗം കൂടെ കോൺട്രിബ്യൂട്ട് ചെയ്തെഴുതണം, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിനകത്ത് നല്ല മാർക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ. ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് എന്ന് വെച്ചാൽ നിങ്ങൾ ഈ കമ്പണൻസ് എഴുതിയാൽ മതി, രണ്ടും സെയിം ആണ്. ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് ചോദിച്ചാലും കമ്പണൻസ് ചോദിച്ചാലും സെയിം ഉത്തരമാണ്. 5 മാർക്കിന് ചോദിക്കുമ്പോൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുക, അല്ലെങ്കിൽ ചെറുതായിട്ട് എഴുതുക. ഓക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞു പിള്ളേർ എങ്ങനെയൊക്കെയാണ് ലാംഗ്വേജ് പഠിക്കുന്നതെന്ന് പറഞ്ഞപ്പം ഡേ ടു ഡേ ലൈഫിൽ ലാംഗ്വേജ് യൂസ് ചെയ്യാൻ പഠിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു സ്കില്ലിന് പറയുന്ന പേരാണ് പ്രാഗ്മാറ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇതൊരു എന്നുവെച്ചാൽ നിർബന്ധമായിട്ട് ഈ ചാപ്റ്ററിൽ പഠിച്ചിരിക്കേണ്ട ഏറ്റവും ചെറിയ ടോപ്പിക് ഇതാണ്. വാട്ട് ഈസ് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് ആൻഡ് വാട്ട് ഈസ് കമ്പോണൻസ് ഓഫ് ലാംഗ്വേജ്. ഏതൊക്കെയാണ്? ഫോണോളജി, സെമാൻറ്റിക്സ്, ഗ്രാമർ അല്ലെങ്കിൽ അതിനകത്ത് വരുന്ന 2 സിൻറ്റാക്സ്, മോർഫോളജി ആൻഡ് പ്രാഗ്മാറ്റിക്സ്. ഓക്കെ.